ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ എന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ around a charge or charged body is a region in which the charge can make an influence on other charges. ഒരു ചാർജിന് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് ബോഡിക്ക് ചുറ്റുമുള്ള റീജിയൻ, അതിന് മറ്റ് ചാർജുകളുമായി ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജിയന്റെ പേരാണ് ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ. ഏതൊരു ചാർജിന് ചുറ്റും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് റീജിയന്റെ വ്യാപ്തി ഇൻഫിനിറ്റി വരെയാണ്. അതായത് ഒരു ചാർജിന് അതിന് ചുറ്റും ഇൻഫിനിറ്റി വരെ വെച്ചിരിക്കുന്ന മറ്റൊരു ചാർജുമായി ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഇൻഫിനിറ്റ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരേപോലെ ആയിരിക്കുകയില്ല. ഇതിനെ നമുക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാമ്പിനോട് ഉപമിക്കാം. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാമ്പ് അതിന് ചുറ്റും വളരെ ദൂരം പ്രകാശം ഉണ്ടാക്കുന്നു. എങ്കിലും എല്ലായിടത്തും ഒരേ പ്രകാശ തീവ്രത ആയിരിക്കുകയില്ല. പ്രകാശിക്കുന്ന ഒരു ലാമ്പിന് സമീപം പ്രകാശ തീവ്രത കൂടുതലായിരിക്കും. ലാമ്പിൽ നിന്ന് അകലേക്ക് പോകുന്തോറും പ്രകാശ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും. ഇതുപോലെ തന്നെ ചാർജ്ഡ് ബോഡിയിൽ നിന്ന് അകന്നു പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് റീജിയന്റെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. Strength of electric field decreases on increasing the distance from a point charge. ഒരു പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഏതൊരു ചാർജ് ബോഡിയിൽ നിന്നും അകലേക്ക് പോകുന്തോറും സാധാരണഗതിയിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിരിക്കും. Strength of electric field or electric field intensity is also simply known as electric field. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമ്മൾ ചുരുക്കത്തിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് തന്നെ പറയാറുണ്ട്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്? ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ ഒരു പ്രത്യേക പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മളെങ്ങനെ കണ്ടെത്തും? ഇപ്പം തന്നിരിക്കുന്ന പോയിന്റിൽ വയ്ക്കുന്ന 1 കൂളോം പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെയാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അളക്കേണ്ട പോയിന്റിൽ Q എന്നൊരു ചാർജ് വയ്ക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് E = F/Q ആയിരിക്കും. ഈ ഇക്വേഷൻ വഴി 1 കൂളോമിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. E = F/Q or F = Q into E. In vector form, vector F = Q into vector E. ഇവിടെ F എന്നത് Q എന്നൊരു ചാർജ് E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. ഈ ഫോഴ്സിനെ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയാറുണ്ട്. Therefore, electric Lorentz force vector F = Q into vector E. Now, electric field or strength of electric field
is a measurable physical quantity. So, what is the magnitude of electric field? Magnitude of electric field is the magnitude of the force acting on 1 coulomb of positive charge placed at the given point. തന്നിരിക്കുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ തന്നിരിക്കുന്ന പോയിന്റിൽ 1 കൂളോം പോസിറ്റീവ് ചാർജ് വയ്ക്കുന്നു. ഈ 1 കൂളോം പോസിറ്റീവ് ചാർജിൽ പ്രയോഗിക്കപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നൗ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ how we can find out the direction of electric field at a point? The direction of electric field is the direction of the electrostatic force acting on a positive charge placed at the given point. തന്നിരിക്കുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ അവിടെ വയ്ക്കുന്ന ഒരു പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അറിഞ്ഞാൽ മതി. തന്നിരിക്കുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്നത് അവിടെ വയ്ക്കുന്ന പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ SI. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ ന്യൂട്ടൺ പെർ കൂളോമാണ്. We know that E is equal to F by Q. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ക്യൂവിൻ്റെ യൂണിറ്റ് കൂളോം. അപ്പോൾ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ SI ഈസ് ന്യൂട്ടൺ പെർ കൂളോം. മറ്റൊരു യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ. 1 ന്യൂട്ടൺ പെർ കൂളോം ഈസ് ഈക്വൽ ടു 1 വോൾട്ട് പെർ മീറ്റർ. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് 10 ന്യൂട്ടൺ പെർ കൂളോം. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് 10 ന്യൂട്ടൺ പെർ കൂളോം ആണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ 1 കൂളോം ഓഫ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദ ഗിവൺ പോയിന്റ് ഈസ് 10 ന്യൂട്ടൺ. തന്നിരിക്കുന്ന പോയിന്റിൽ 1 കൂളോം പോസിറ്റീവ് ചാർജ് വെച്ചാൽ അതിൽ പ്രയോഗിക്കപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 10 ന്യൂട്ടൺ ആയിരിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി 20 ന്യൂട്ടൺ പെർ കൂളോം. ഇഫ് യു പ്ലേസ് എ നെഗറ്റീവ് ചാർജ് 2 മൈക്രോ കൂളോം അറ്റ് ദാറ്റ് പോയിന്റ്, വാട്ട് വിൽ ബി ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദാറ്റ് ചാർജ്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 20 ന്യൂട്ടൺ പെർ കൂളോം എന്ന് തന്നിട്ടുണ്ട്. അവിടെ ഒരു നെഗറ്റീവ് ചാർജ് 2 മൈക്രോ കൂളോം വെച്ച് കഴിഞ്ഞാൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? വി ഹാവ് F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E. ക്യൂവിൻ്റെ ഭാഗത്ത് -2 മൈക്രോ കൂളോം എന്നും ഇയുടെ ഭാഗത്ത് 20 ന്യൂട്ടൺ പെർ കൂളോം എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ F ഈക്വൽ ടു -2 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 20 ഈക്വൽ ടു -40 ഇൻറ്റു 10⁻⁻6 ന്യൂട്ടൺ എന്ന് കിട്ടും. The negative sign shows that the force is acting on the charge 2 micro coulomb opposite to the direction of the electric field. നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നെഗറ്റീവ് ചാർജായ -2 മൈക്രോ കൂളോമിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് acting on 4 coulomb charge placed at a point is 16 Newton. What is the electric field at that point? 4 coulomb ചാർജ് വയ്ക്കുമ്പോൾ അതിൽ 16 ന്യൂട്ടൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നു എങ്കിൽ 4 കൂളോം ചാർജ് വെച്ച സ്ഥാനത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? വി ഹാവ് E is equal to F by Q. എഫിൻ്റെ വാല്യൂ 16 എന്ന് തന്നിട്ടുണ്ട്. ക്യൂവിൻ്റെ വാല്യൂ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 16/4 ഈക്വൽ ടു 4 ന്യൂട്ടൺ പെർ കൂളോം. അപ്പോൾ
തന്നിരിക്കുന്ന പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് 4 ന്യൂട്ടൺ പെർ കൂളോം ആയിരിക്കും. അതായത് അവിടെ ഒരു കൂളോം ചാർജ് വെച്ചാൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 4 ന്യൂട്ടൺ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. കൺസിഡർ എ പോസിറ്റീവ് പോയിന്റ് ചാർജ് Q. We have to find the electric field due to this positive point charge Q at a point P at a distance R from it. ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് Q തന്നിട്ടുണ്ട്. ക്യൂവിൽ നിന്ന് R എന്ന അകലത്തിൽ P എന്നൊരു പോയിന്റ് ഉണ്ട്. P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ P എന്ന പോയിന്റിൽ +1 കൂളോം ചാർജിനെ നമ്മൾ വയ്ക്കുന്നു. സോ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദ ഗിവൺ പോസിറ്റീവ് പോയിന്റ് ചാർജ് Q. Then the force acting on the unit positive charge according to Coulomb's law is F is equal to 1 by 4 pi epsilon 0 epsilon r Q into 1 by r square equal to 1 by 4 pi epsilon 0 epsilon r into Q by r square. ഇവിടെ P എന്ന പോയിന്റിൽ 1 കൂളോം പോസിറ്റീവ് ചാർജിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 1 കൂളോം പോസിറ്റീവ് ചാർജിൽ Q എന്ന പോസിറ്റീവ് പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് കൂളോംസ് ലോ ഫോഴ്സ് ഇക്വേഷൻ F ഈക്വൽ ടു 1 by 4 pi epsilon 0 epsilon r into Q1 Q2 by r square എന്ന ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ Q1ന്റെ ഭാഗത്ത് Q എന്നും Q2വിന്റെ ഭാഗത്ത് 1 എന്നും കൊടുക്കുക. അപ്പോൾ F ഈക്വൽ ടു 1 by 4 pi epsilon 0 epsilon r into Q by r square എന്ന ഇക്വേഷൻ ലഭിക്കുന്നതാണ്. P എന്ന പോയിന്റിൽ വെക്കുന്ന 1 കൂളോം പോസിറ്റീവ് പോയിന്റ് ചാർജിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സിന്റെ ഇക്വേഷനാണ് ലഭിച്ചത്. ഈ ഫോഴ്സ് തന്നെയാണ് P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. Therefore, electric field at the point P is E is equal to 1 by 4 pi epsilon 0 epsilon r into Q by r square. 1 by 4 pi epsilon 0 എന്ന കോൺസ്റ്റന്റിന് 9 into 10 to 9 എന്ന് കൊടുത്താൽ we get E is equal to 9 into 10 to 9 by epsilon r into Q by r square. In free space, E is equal to 1 by 4 pi epsilon 0 into Q by r square is equal to 9 into 10 to 9 into Q by r square. ഇനി ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് അതുപോലെ ഒരു നെഗറ്റീവ് പോയിന്റ് ചാർജ് ഇവ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാൻ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജിനെ അവിടെ വയ്ക്കുക. ഈ പോസിറ്റീവ് ചാർജിൽ പ്രയോഗിക്കപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് +Q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ അതിന് സമീപം മറ്റൊരു പോസിറ്റീവ് ചാർജിനെ വെക്കുന്നു. ഇവിടെ ലൈക്ക് ചാർജസ് റിപ്പൽസ്. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് മറ്റൊരു പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റേഡിയലി എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിൽ നിന്ന് അകലേക്ക് റേഡിയലി എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും അതിന് ചുറ്റുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതുപോലെ ഒരു നെഗറ്റീവ് പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ നെഗറ്റീവ് പോയിന്റ് ചാർജിന് സമീപം മറ്റൊരു പോസിറ്റീവ് ചാർജിനെ വയ്ക്കുക. -Q ചാർജ് സമീപത്ത് വെച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് around a negative point charge will be radially inwards to the negative point charge. നെഗറ്റീവ് പോയിന്റ് ചാർജിന്റെ അടുത്തേക്കായിരിക്കും അതിന് ചുറ്റുമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ.
Electric dipole. Two equal and unlike charges separated by a small distance apart is called an electric dipole. Minus q plus q എന്നീ രണ്ട് ഈക്വൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അവ തമ്മിൽ ചെറിയ ഒരു ദൂരത്തിൽ സ്ഥിതി ചെയ്താൽ അതിനെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. Distance from minus q charge to plus q charge is called length of the dipole. Consider two charges plus q and minus q separated by a small distance 2a. The length 2a is called length of the dipole. ഇനി ഒരു ഇലക്ട്രിക് ഡൈപോളിന് രണ്ട് തരത്തിലുള്ള ലൈൻസിനെ പറ്റി പറയാറുണ്ട്. ഒന്ന് ആക്സിയൽ ലൈൻ, മറ്റൊന്ന് ഇക്വിറ്റോറിയൽ ലൈൻ. എന്താണ് ആക്സിയൽ ലൈൻ എന്ന് നമുക്ക് നോക്കാം. ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ് ഈസ് കാൾഡ് ആക്സിയൽ ലൈൻ. മൈനസ് ക്യൂയിലൂടെയും പ്ലസ് ക്യൂയിലൂടെയും കടന്നു പോകുന്ന ലൈനിനെ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നു. ദ ലൈൻ perpendicular to the axial line and passing midway between the charges is called equatorial line. ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടും മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്നീ രണ്ട് ചാർജുകളുടെ നടുവിലൂടെ കടന്നു പോകുന്നതുമായ ലൈനിന് ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നു. ഒരു ഡൈപോളിന് ഒരു ആക്സിയൽ ലൈൻ ഉണ്ടായിരിക്കും, അതേസമയം ഇൻഫിനിറ്റി നമ്പർ ഇക്വിറ്റോറിയൽ ലൈൻസ് ഉണ്ടായിരിക്കും. ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലറായി ഒരു ഡൈപോളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന പ്ലെയിനിന് ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയും. ഒരു ഡൈപോളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ലൈൻസിനെയും ഇക്വിറ്റോറിയൽ ലൈൻസ് എന്ന് പറയും. ഇനി ഒരു ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അത് പി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഐദർ ഓഫ് ദി ചാർജ് ആൻഡ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഡൈപോൾ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ പി. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ രണ്ട് ചാർജുകൾ, മൈനസ് ക്യൂ ചാർജ് പ്ലസ് ക്യൂ ചാർജ്, ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഇലക്ട്രിക് ഡൈപോളിന്റെ ലെങ്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്ടർ 2a. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ഇൻ SI ഈസ് കൂളോം മീറ്റർ. P ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. കൂളോം ഇൻറ്റു മീറ്റർ. അപ്പോൾ കൂളോം മീറ്റർ ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. Direction of electric dipole moment. The direction of electric dipole moment is from minus q to plus q along the length of the dipole. Electric dipole moment direction minus q ചാർജിൽ നിന്ന് പ്ലസ് q ചാർജിലേക്ക് ആയിരിക്കും. Consider an electric dipole consisting of charges minus q at the point A and plus q at the point B having length 2a. That is, AB is equal to 2a. Let P be the point on the axial line of the electric dipole at a distance r from the center O of the electric dipole as shown in the figure. Let vector EA be the electric field at P due to the point charge minus q at A, and vector EB be the electric field at P due to the point charge plus q at B. ഇവിടെ മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്നീ രണ്ട് ചാർജുകൾ 2a എന്ന അകലത്തിൽ വെച്ചിരിക്കുന്നു.
ഈ ഡയപോളിന്റെ -q ചാർജിന്റെ സ്ഥാനം A ആണ്. അതുപോലെ +q ചാർജിന്റെ സ്ഥാനം B ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം, അതായത് ഡയപോളിന്റെ ലെങ്ത് 2a ആണ്. ഡയപോളിന്റെ സെന്റർ പോയിന്റ് ആണ് O. ഡയപോളിന്റെ ആക്സിയൽ ലൈനിൽ P എന്നൊരു പോയിന്റ് ഉണ്ട്. പിയിലേക്ക് ഡയപോളിന്റെ സെന്ററായ ഒയിൽ നിന്നുള്ള ദൂരം, അതായത് OP = R ആണ്. നമുക്ക് P എന്ന പോയിന്റിലെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. P എന്ന പോയിന്റിൽ -q ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അതുപോലെ P എന്ന പോയിന്റിൽ തന്നെ +q ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. P എന്ന പോയിന്റിൽ -q ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടർ EA എന്നും, P എന്ന പോയിന്റിൽ തന്നെ +q ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടർ EB എന്നും പറയുകയാണെങ്കിൽ P എന്ന പോയിന്റിലെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E = വെക്ടർ EA + വെക്ടർ EB ആയിരിക്കും. That is, the resultant electric field at the point P, vector E = vector EA plus vector EB. Equation 1. ഇനി P എന്ന പോയിന്റിൽ -q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡായ EA, അതുപോലെ +q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡായ EB എന്നിവയുടെ മാഗ്നിറ്റ്യൂഡുകൾ നമുക്ക് കണ്ടെത്താം. നമുക്കറിയാം, ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ E = 1/4πε0εr × q/r² എന്നാണ്. ഇവിടെ r പോയിന്റ് ചാർജിൽ നിന്ന് തന്നിരിക്കുന്ന പോയിന്റിലേക്കുള്ള ദൂരം ആണ്. EA = 1/4πε0εr q/ap². ഇവിടെ -qൽ നിന്ന് P എന്ന പോയിന്റിലേക്കുള്ള ദൂരം AP ആണ്. അപ്പോൾ നമുക്ക് ദൂരത്തിന്റെ ഭാഗത്ത് AP എന്ന് കൊടുക്കാം. EA = 1/4πε0εr q/ap². ചിത്രത്തിൽ AP = AO plus OP ആണ്. AO = A, അതായത് 2A പകുതി. OP = R. Therefore, AP = AO plus OP = R plus A. Therefore, EA = 1/4πε0εr q/r+a². ഇവിടെ ചാർജ് -q ആണ്. അത് നെഗറ്റീവ് അവിടെ കൊടുത്തിട്ടില്ല. -q ചാർജ്, നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേഴ്സ് ടു ദ ചാർജ് ആണ്. അപ്പോൾ -q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് EA, അതിന്റെ ഡയറക്ഷൻ Pയിൽ നിന്ന് എയിലേക്കാണ്. അതാണ് ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. EA = 1/4πε0εr q/r+a² എന്നുള്ളത് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഡയറക്ഷൻ Pയിൽ നിന്ന് എയിലേക്കാണ്, എലോങ് PA. ഇക്വേഷൻ 2. അതുപോലെ EB = 1/4πε0εr q/bp². ഇവിടെ +qൽ നിന്ന് Pയിലേക്കുള്ള ദൂരം BP എന്നാണ് കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിൽ BP = OP - OB ആണ്. OP =
are OB equal to A. Therefore, BP equal to OP minus OB equal to R minus A. Therefore, EB equal to 1 by 4 pi epsilon 0 epsilon R Q by R minus A whole square. ഇവിടെ ബിയിൽ വെച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജ് പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതായത് ഇ ബിയുടെ ഡയറക്ഷൻ എലോങ് പി എക്സ് ആണ്. നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജ് അതിനു ചുറ്റും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ്സ് ഡയറക്ഷനാണ്. റേഡിയലി ഔട്ട്വേർഡ്സ്. അപ്പോൾ പിയിൽ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതായത് ഇ ബിയുടെ ഡയറക്ഷൻ എലോങ് പി എക്സ് ആയിരിക്കും. ഇക്വേഷൻ 3. ഹിയർ ഇ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഇ എ. കാരണം ഇ ബിയുടെ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ വരുന്ന ബി പി ഇ എയുടെ ഇക്വേഷനിലെ ഡിനോമിനേറ്ററിൽ വരുന്ന എ പിയേക്കാൾ ചെറുതാണ്. Therefore, EB is greater than EA and EB is opposite to EA. EB യുടെ ഡയറക്ഷൻ along PX, EA ന്റെ ഡയറക്ഷൻ along PA. അപ്പോൾ EA EBയും പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. Therefore, the magnitude of the resultant electric field E is equal to EB minus EA along PX. From equation 2, 3 and 4, we get equation 2, 3, 4 എന്നിവ ഉപയോഗിച്ച് ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ൽ കൊടുക്കുക. അപ്പോൾ E is equal to EB minus EA equal to 1 by 4 pi epsilon 0 epsilon R Q by R minus A whole square minus of 1 by 4 pi epsilon 0 epsilon R Q by R plus A whole square equal to Q by 4 pi epsilon 0 epsilon R into in bracket 1 by R minus A whole square minus of 1 by R plus A whole square. The direction is along PX. Solving, we get E is equal to Q by 4 pi epsilon 0 epsilon R into 4RA divided by R square minus A square whole square. Equation 5. The direction of E is along PX. ഇത് നമുക്കറിയാം Q into 2A equal to P, where P is the electric dipole moment. അപ്പോൾ ഇക്വേഷനിലെ Q into 2A എന്നതിൻ്റെ ഭാഗത്ത് P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ becomes E is equal to 1 by 4 pi epsilon 0 epsilon R 2PR divided by R square minus A square whole square. Equation 7. The direction is along PX. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് on the axial line of electric dipole is E is equal to 1 by 4 pi epsilon 0 epsilon R into 2PR divided by R square minus A square whole square, and the direction is along PX. ഇനി ഈ ഡൈപോൾ വെച്ചിരിക്കുന്ന മീഡിയം വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റിന്റെ ഭാഗത്ത് 9 into 10⁹ എന്ന് കൊടുക്കാവുന്നതാണ്. Therefore, E is equal to 9 into 10⁹ into 2PR divided by R square minus A square whole square. Equation 8. The direction is along PX.
ഇനി ഇക്വേഷൻ 8ൽ ഇഫ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ, ഇവിടെ പോയിന്റ് പി എന്ന് പറയുന്നത് ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് വളരെ ദൂരത്താണ് വെച്ചിരിക്കുന്നത്. ഡൈപോളിന്റെ ലെങ്തുമായി കമ്പയർ ചെയ്യുമ്പോൾ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വളരെ അധികമാണെങ്കിൽ ഇക്വേഷൻ 8ലെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന ഭാഗത്ത് ഇറ്റ് വിൽ ബി നിയർലി ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇ ഈക്വൽ ടു 9 ഇൻറ്റു 10⁹ ഇൻറ്റു 2p r ബൈ r⁴ എന്ന് വരും. മുകളിലും താഴെയുമുള്ള r ക്യാൻസൽ ചെയ്തു പോയാൽ ഇ ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁹ ഇൻറ്റു 2p ബൈ r³ എന്ന് വരും. ഇക്വേഷൻ 9. Therefore, for small electric dipole, the electric field at any point on the axial line will be E is equal to 9 into 10⁹ 2p by r³ in free space. That is E proportional to 1 by r³.